നമസ്കാരം. രണഭൂമികളിലൂടെ വർഷം 1971. പശ്ചിമ പാകിസ്ഥാൻ സൈന്യം ബംഗാളികൾക്കും ഹിന്ദുക്കൾക്കും നേരെ അതിക്രമങ്ങൾ നടത്തിയപ്പോൾ 10 ലക്ഷം അഭയാർത്ഥികളോളം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പാകിസ്ഥാൻ അവരിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ മാർച്ച് 27-ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി യുദ്ധം അനിവാര്യമെന്ന തന്ത്രപ്രധാനമായ തീരുമാനമെടുത്തു. തുടർന്ന് 13 ദിവസത്തെ ഭാരതീയ സേനയുടെ പോരാട്ടത്തിന്റെ ഫലമായി പാകിസ്ഥാന്റെ 1/3 സൈന്യം പിടിച്ചടക്കി. എന്നിരുന്നാലും ഭാരതത്തിന് 3800 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 45 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഭാരതീയ സേന തടവിലാക്കിയ 93,000 സൈനികരെ മാപ്പെന്ന വാക്കിന്റെ പേരിൽ ഭാരതം വിട്ടയച്ചു. പോരാത്തതിന് പിടിച്ചടക്കിയ ഭൂപ്രദേശം മുഴുവൻ തിരിച്ചുകൊടുത്തു. വെടിനിർത്തൽ കരാറും മാപ്പുപറച്ചിലും അവർ തുടങ്ങിയിട്ട് കാലമേറെയായി. 1947-ലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ രാഷ്ട്രമുണ്ടാക്കിയതിനു ശേഷവും കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി സംഘർഷം അവരുണ്ടാക്കി. 1949 വരെ സംഘർഷം നീണ്ടു. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ആദ്യ വെടിനിർത്തൽ. കാശ്മീർ നിയന്ത്രണ രേഖയായി വിഭജിക്കപ്പെട്ടു. 1965 രണ്ടാം ഇന്ത്യ പാക് യുദ്ധം. വേഷം മാറിയ സൈനികരെയും കലാപകാരികളെയും ഉപയോഗിച്ച് കാശ്മീരിലേക്ക് ജി ബോൾട്ടർ എന്ന ഓപ്പറേഷനിലൂടെ നുഴഞ്ഞുകയറ്റം. ശക്തമായി ഭാരതം തിരിച്ചടിച്ചപ്പോൾ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ താഷ്കന്റ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പക്ഷേ പിരിമുറുക്കം അവസാനിച്ചില്ല. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം. 1999 കാർഗിൽ യുദ്ധം. പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും കാർഗിൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലേക്ക് നുഴഞ്ഞുകയറി. ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. പർവ്വത പ്രദേശങ്ങളിലെ ഘോര യുദ്ധങ്ങൾക്കൊടുവിൽ ജൂലൈ 26-ന് ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ത്യൻ സേന തിരിച്ചുപിടിച്ചു. 2016 ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക താവളത്തിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ POKയിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. തീവ്രവാദികളിൽ ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തി. 2019 40 CRPF സൈനികരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ആക്രമണം വീണ്ടും സംഘർഷത്തിനിടയാക്കി. പാകിസ്ഥാന്റെ JM ക്യാമ്പിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. 2025 ഓപ്പറേഷൻ സിന്ദൂറും 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി കൊടുത്തു തുടങ്ങി. കനത്ത നാശനഷ്ടങ്ങൾ പാകിസ്ഥാനുണ്ടായപ്പോൾ വെടിനിർത്തൽ വേണമെന്ന് അമേരിക്കൻ സാന്നിധ്യത്തിൽ ഭാരതത്തിനോട് ആവശ്യപ്പെടുകയും വെടിനിർത്തൽ നടപ്പിൽ വരികയും എന്നാൽ മണിക്കൂറുകൾക്കകം അവർ വാക്ക് തെറ്റിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയൊരിക്കൽ കൂടി മാപ്പെന്നും ഒത്തുതീർപ്പെന്നുമുള്ള വാക്കുകൾ ഭാരതീയ സേനയ്ക്ക് കേൾക്കാനിടവരാതിരിക്കട്ടെ. നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ സിന്ദൂരരേഖ മായ്ക്കുവാൻ ഇടവരാതിരിക്കട്ടെ. ഓരോ ഭാരതീയനും ഭാരതീയ സേനയിൽ പൂർണ്ണ വിശ്വാസമാണ്. 1971 93,000-ഓളം തടവിലാക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ വിട്ടയച്ചപ്പോൾ നമ്മുടെ 54 ധീരജവാന്മാർ അവരുടെ കൈവശമുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ചരിത്രം പിന്നെ പറയുന്നില്ല. വിട്ടുകൊടുക്കലുകൾ മാത്രമല്ല, കവർന്നെടുത്തതിൻ്റെ തിരിച്ചെടുക്കൽ കൂടി നടന്നിരിക്കണം. 1000 പാകിസ്ഥാനേക്കാൾ വിലയുണ്ട് ഇവിടുത്തെ ഓരോ സൈനികനും. കണക്കുകൾ തീർക്കാനുള്ളതാണ്. അത് തീർത്തേ വരൂ എൻ്റെ സൈന്യം. വിജയാശംസകളോടെ. ജയ് ഭാരത്, ജയ് ഹിന്ദ്.